വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. 2.5 ലക്ഷത്തോളം നവാഗതർ 1-ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ. വലിയ മാറ്റങ്ങളുമായാണ് പുതിയ അധ്യയന വർഷം കുട്ടികളെ കാത്തിരിക്കുന്നത്. എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. കീർത്തി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. കീർത്തി, നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായ കുരുന്നുകൾ അങ്ങനെ അക്ഷരമുറ്റത്തേക്ക് എത്തുകയാണ്. നമുക്ക് കീർത്തിയിലെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ വർഷത്തെ പ്രവേശനോത്സവം വരികയായി കുഞ്ഞുങ്ങൾ മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വേനലവധിയൊക്കെ കഴിഞ്ഞ കുരുന്നുകൾ സ്കൂളിലേക്ക് എത്തുന്നു. വളരെ സന്തോഷമാണ് കുട്ടികളുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും പല കുട്ടികളും ഇപ്പോഴും കരച്ചിലാണ്. അവരുടെ അടുത്തു നിന്നും അമ്മയൊക്കെ പോകുമ്പോൾ അവർ ഭയങ്കരമായി തന്നെ കരയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര രസകരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചടങ്ങിലേക്ക് വരുമ്പോൾ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി പി രാജീവും നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ക്ലാസ് റൂമുകളിൽ കയറി കുട്ടികളെ കണ്ട് അവർക്ക് മധുരം നൽകിയാണ് കുരുന്നുകളെ സ്വീകരിച്ചത്. നമുക്കിനി ആ കാഴ്ചകളിലേക്ക് തന്നെ കുട്ടികളെ തന്നെ കാണാം. അതാണ് ഇന്നത്തെ ഏറ്റവും മനോഹരമായ രസകരമായ കാഴ്ചകൾ. അവരെ ഇത് ഭംഗിയായാണ് ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേകം തൊപ്പികൾ, പല ഡിസൈനിലുള്ള തൊപ്പികൾ, ഇതൊക്കെ തയ്യാറാക്കിയത് ഇവിടുത്തെ അധ്യാപകരാണ്. കുട്ടികളെ അതിമനോഹരമായി തന്നെ അവരെ വരവേൽക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഇവിടുത്തെ സ്കൂളിലെ അധ്യാപകർക്ക് ഉള്ളത്. സർക്കാരിൻ്റെയും ലക്ഷ്യം അത് തന്നെയാണ്. കുരുന്നുകളെ വരവേൽക്കുക, കുരുന്നുകളെ സ്കൂളുകളിലേക്ക് സ്വീകരിക്കുക. പണ്ട് കാലത്തൊക്കെ നമുക്ക് ഏറെ സങ്കടമായിരുന്നു സ്കൂളുകളിലേക്ക് പോവുക എന്നുള്ളത്. അത്തരമൊരു വികാരമൊക്കെ മാറി ഏറെ സന്തോഷത്തോടെ വേണം കുട്ടികൾ സ്കൂളുകളിലേക്ക് വരാനെന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്രയും വലിയൊരു സ്വീകരണമൊക്കെ കുട്ടികൾക്ക് നൽകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മന്ത്രി പി രാജീവും മന്ത്രി വി ശിവൻകുട്ടിയും ഓരോ ക്ലാസ് റൂമുകളിലും കയറി, LKG മുതലുള്ള ക്ലാസ് റൂമുകളിൽ കയറി കുഞ്ഞുങ്ങളെ കണ്ട് അവർക്ക് മധുരമൊക്കെ നൽകിയാണ് സ്വീകരിച്ചത്. അവർക്ക് ഈ തൊപ്പിയൊക്കെ തയ്യാറാക്കിയത് അധ്യാപകരാണ്. അവരൊക്കെ കുറച്ചധികം ദിവസങ്ങളായി ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ചടങ്ങ് ആരംഭിക്കും. അതിനുവേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. സദസ്സൊക്കെ ആകെ നിറഞ്ഞിട്ടുണ്ട്. നിരവധി സ്കൂളുകളിലെ കുട്ടികളും ഒപ്പം തന്നെ അധ്യാപകരും അവരുടെ രക്ഷിതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് അതിഥികൾ എത്തിയിട്ടുണ്ട്. ഹൈബി ഈഡൻ MP, മന്ത്രി പി രാജീവ്, മന്ത്രി വി ശിവൻകുട്ടി, മറ്റ് വിശിഷ്ടാതിഥികളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. നമുക്കിനി എന്തായാലും ഈ കുട്ടികളോട് തന്നെ സംസാരിക്കാം. ഇന്ന് അവരുടെ വാക്കുകൾ കേൾക്കാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുക. ഹായ്, എന്താ പേരെന്താ? ഋത്വിക്. വിഷമമാണോ? ഹാപ്പിയാണോ? ഇതാരാ തന്നത്? തൊപ്പിയൊക്കെ പോകും. എന്താ പേരെന്താ? ഹാപ്പിയാണോ സ്കൂളിൽ വരാൻ? എത്രയിലാ പഠിക്കുന്നത്? LKG-യിലാണോ? അല്ല, 1-ാം ക്ലാസ്സിലാണോ? കുറേയധികം കുട്ടികളർക്ക് നമുക്ക് ആ തൊപ്പികളൊക്കെ അവരൊക്കെ ഈ തൊപ്പികളൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ആകർഷണം തന്നെയാണ് ഇരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെയായിരുന്നു കുട്ടികളെല്ലാവരും സ്കൂളിൽ വന്നത് ആദ്യം. കാരണം 2 മാസത്തെ അവധി ആദ്യമായി സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ, LKG-യിലേക്കൊക്കെ പ്രവേശനം നേടുന്ന കുട്ടികൾ, ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികൾ, അവരുടെ മുഖത്ത് വിഷമമുണ്ടായിരുന്നു, സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. എന്നാൽ സ്കൂളിലേക്ക് വന്ന അവരുടെ ടീച്ചേഴ്സിൻ്റെ, അധ്യാപകരുടെ മുഖം കണ്ടപ്പോൾ അവരൊക്കെ എത്ര സന്തോഷത്തോടെ അവർ കുട്ടികളെ സ്വീകരിക്കുന്നതൊപ്പം തന്നെ അവർക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി തൊപ്പിയും ക്ലാസ് റൂമുകളൊക്കെ അതിമനോഹരമായി തന്നെ ചിത്രമൊക്കെ വരച്ച്, പണ്ടൊക്കെ മതിലൊക്കെ ഒന്ന് നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു സമയത്ത് ചിത്രമൊക്കെ വരച്ചാൽ എത്രത്തോളം നമ്മളെ അധ്യാപകരൊക്കെ വഴക്ക് പറയും. എന്നാൽ ഇവിടെ ചിത്രമൊക്കെ വരച്ച് അതിമനോഹരമായി തന്നെയാണ്